പേര് സുജി, 23 വയസ്സ്. ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സിന് പോയി 1 ഇയർ. അത് കഴിഞ്ഞ് 6 മന്ത് ഇന്റേൺഷിപ്പ് ചെയ്തു. ബികോം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ജോലി എങ്ങനെ നേടാം ആ ഒരു ഇതിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോയത്. പക്ഷെ അത് പോകെ അതൊരു തായ തീരുമാനമെന്നല്ല, അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം ഒന്നുകൂടെ കുറച്ചുകൂടെ പഠിച്ചിട്ട് ഇതായിട്ട് മതി ജോലി എന്നുള്ളത്. അപ്പോഴത്തേക്ക് സമയം പോയി. അങ്ങനെ ആണ് MBA ചെയ്യാം എന്ന് വിചാരിച്ചത്. അത് പിന്നെ ഏതിൽ ചെയ്യും എന്നുള്ള ഒരു ഇതില്ലായിരുന്നു. ഇഗ്നോയിൽ തന്നെ ചെയ്യാം, ഓൺലൈനായിട്ട് ഇഗ്നോയിൽ തന്നെ ചെയ്യാം എന്നായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നോക്കി വന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ലേൺവൈസിനെ ഇതാകുന്നത്. അതിന് ലേൺവൈസിന് മെസ്സേജ് അയച്ചു. അവിടുന്ന് ഫാത്തിമ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ ആയിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും. അതിൽ തന്നെ കുറേ ഇത് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫീസിലൊരു ചെറിയ ഡിലേ വന്നു. ആദ്യത്തെ ബാച്ചിൽ ജനുവരി ബാച്ചിൽ അഡ്മിഷൻ എടുത്തായിരുന്നു. പക്ഷെ അത് ഫീസിൻ്റെ ഒരു ഇഷ്യൂ കാരണം അത് മാറി. പിന്നെ ഞാനത് ജൂൺ ബാച്ചിലേക്കായി. അങ്ങനെയാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ്. എൻ്റെ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴും അന്ന് മെൻ്ററായിട്ടുണ്ടായിരുന്ന അനുഷ മാമായിരുന്നു. അത് ആ മാമാണെങ്കിലും ഫാത്തിമ കോർഡിനേറ്റർ ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ മെൻ്ററായിട്ടുള്ള ഉജിഷ മാം ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. വീക്കിലി കോളിലെല്ലാം വിളിച്ച് നല്ല എല്ലാ കാര്യങ്ങളും തിരക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ഇതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് അവരോട് പറയാം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റായെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കും. നമ്മളെപ്പോൾ വിളിച്ചാലും അവർ കോണ്ടാക്ട് നമ്മളെ അപ്പം എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ തിരിച്ചെപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യും. ബെസ്റ്റ് ഒരു ഓൺലൈനായിട്ട് എടുക്കുന്ന ഒരാൾ, ഇഗ്നോയിൽ ചെയ്യുന്ന ഒരാൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ലേൺവൈസ്.